ഇന്ന് കരിയർ ഗുരുവിൽ സേക്രഡ് ഹാർട്ട് കോളേജ് തേവര പെരുമാറ്റ രീതിയെക്കുറിച്ച് പറഞ്ഞു തരുന്നു കരിയർ വിദഗ്ധൻ BS വാര്യർ. ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ കേരളത്തിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള കോളേജുകളിൽ ഒന്നാണ് സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഗവേഷണം പൂർത്തിയാക്കാനും ദേശീയ നിലവാരത്തിലുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഇതിനോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ കോഴ്സുകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു കോളേജ് അധികൃതർ. ഇന്ന് കരിയർ ഗുരുവിലൂടെ നമുക്ക് അടുത്തറിയാം സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ജ്ഞാനതൃഷ്ണയുള്ള നീതിനിഷ്ഠയുള്ള ഹൃദയത്തിന്റെ ദീപ്തമുദ്രയുമായി തേവര സേക്രഡ് ഹാർട്ട് കോളേജ്. കൊച്ചി കായലിന്റെ തീരത്ത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ കലാലയം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ ചില്ലറയല്ല. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 1944 ജൂൺ 16 ഫാദർ ജോൺ ബുക്ക്മാൻസ്, ഫാദർ ഫ്രാൻസിസ് സാലസ് എന്നിവർ ചേർന്നാണ് കോളേജ് സ്ഥാപിച്ചത്. ആൺകുട്ടികൾക്കായി ആരംഭിച്ച സ്ഥാപനത്തിൽ ആദ്യമുണ്ടായിരുന്നത് 276 വിദ്യാർത്ഥികൾ. അന്ന് 3 ഇന്റർമീഡിയറ്റ് കോഴ്സുകളോടൊപ്പം കൊമേഴ്സ്, മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ് ബിരുദ കോഴ്സുകളാണുണ്ടായിരുന്നത്. അക്കാദമിക മേഖലയിലും പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്ന SH കോളേജ് ദേശീയതലത്തിലും ഏറെ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ദ വീക്ക് ഇന്ത്യ ടുഡേ മാസികകൾ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ മികച്ച 50 കോളേജുകളിൽ സയൻസ്, ആർട്സ്, കൊമേഴ്സ് വിഭാഗങ്ങളിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കലാലയം മാത്രമാണ്. നാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിൽ 2000 പഞ്ചനക്ഷത്ര പദവിയിൽ അക്രഡിറ്റേഷൻ നൽകിയ SH കോളേജിന് 2013 A ലെവൽ അക്രഡിറ്റേഷനും 2014 സ്വയംഭരണ പദവിയും ലഭിച്ചു. വിദ്യാർത്ഥികൾക്ക് കുറെ കൂടി സൗകര്യപ്രദമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കാനും മികച്ച വിദ്യാഭ്യാസം നൽകാനും സ്വയംഭരണ പദവി സഹായകമായി. തുടർച്ചയായി UGC A ഗ്രേഡ്, സെന്റർ വിത്ത് പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ് പദവികളും ലഭിച്ചു. സേക്രഡ് ഹാർട്ട് കോളേജിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടി 3-4 ഫോറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മുഖ്യമായിട്ട് സാധാരണമായിട്ട് ചെയ്തു വരുന്നത് കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള ക്ലബ്ബുകളാണ്. അതിന് തന്നെ മുഖ്യമായിട്ടും 3 തിരിച്ചിരിക്കുകയാണ്. 1 ടാലൻറ്റ് ക്ലബ്ബ്, 2 സോഷ്യൽ സർവീസ് ഓറിയൻറ്റഡ് ക്ലബ്ബ്, 3 കരിയർ ഓറിയൻറ്റഡ് ഫോറംസ്. അപ്പോൾ അതിൽ ടാലൻറ്റ് ക്ലബ്ബിൽ താല്പര്യമുള്ള കുട്ടികൾ ചേരുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഡാൻസ് ഉണ്ട്, മ്യൂസിക്, തിയേറ്റർ, അങ്ങനെ യു നെയിം ഇറ്റ് യു ഹാവ് ഇറ്റ്. നമ്മൾ കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് സെൽ ഒരുമിച്ചാണ് നടത്തുന്നത്. അതിലേക്ക് 4ഓളം അധ്യാപകരുണ്ട്. അപ്പോൾ അവർ ക്രമാനുഗതമായിട്ട് ഇവിടെ പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ വരുമ്പോൾ അതിനുള്ള പരിപാടികൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടി ഓർഗനൈസ് ചെയ്യും. അതിന് മുൻപേ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ, CV പ്രിപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മുഖ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഗുഡ് മാനേഴ്സ് ആൻഡ് എറ്റിക്കറ്റിൻ്റെ ട്രെയിനിങ്ങുകളും കൊടുക്കാറുണ്ട് ഒരു വർഷത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് ഓരോ ബാച്ചിനെയും അറിയിക്കുകയും അവർ പ്ലേസ്മെൻറ്റിന് വിധേയരാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും 100-ലേറെ അധ്യാപകരും 47 അനധ്യാപകരും കോളേജിന്റെ ഭാഗമാകുന്നു. സ്പോട്ട് അഡ്മിഷനുള്ള സൗകര്യവും കോളേജിന്റെ പ്രത്യേകതയാണ്.
കോളേജിൽ 14 ബിരുദ കോഴ്സുകളും 14 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും നിരവധി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ന്യൂ ജനറേഷൻ കോഴ്സുകൾക്കായി എസ്എച്ച് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ ഒരു സെൽഫ് ഫിനാൻസിംഗ് വിങ് തന്നെ പ്രവർത്തിക്കുന്നു. ആ കോഴ്സുകൾ ഇവയാണ്: BA ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, MA മൾട്ടിമീഡിയ, MA ഗ്രാഫിക് ഡിസൈൻ, MA സിനിമ ആൻഡ് ടെലിവിഷൻ, MCJ. സംസ്ഥാനത്തെ തന്നെ മികച്ച ഗവേഷണ വിഭാഗമാണ് തേവര കോളേജിലുള്ളത്. 15 വർഷത്തിനിടെ 50ഓളം ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഗവേഷണം പൂർത്തിയാക്കാൻ അവസരമൊരുക്കിയെന്നതും സ്വയംഭരണ പദവിക്ക് കോളേജിനെ പരിഗണിക്കാനുള്ള നേട്ടമായി. ദേശീയ നിലവാരത്തിലുള്ള ലൈബ്രറിയും ലാബുകളുമാണ് കോളേജിലുള്ളത്. 1 ലക്ഷത്തിലധികം പുസ്തകങ്ങളും 100ഓളം വിഭാഗങ്ങളും ലൈബ്രറിയെ നിസ്തുലമാക്കുന്നു. പൊതു ലൈബ്രറിക്ക് പുറമെ ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, സുവോളജി ഡിപ്പാർട്ട്മെന്റുകൾക്കായി പ്രത്യേക ലൈബ്രറിയും ഇവിടെയുണ്ട്. ആധുനിക ഉപകരണങ്ങളോടെ നിർമ്മിച്ച സുവോളജി മ്യൂസിയം കേരളത്തിൽ മറ്റൊരു കോളേജിനുമില്ലാത്ത സവിശേഷതയാണ്. ലോകത്തിലെ തന്നെ അപൂർവം ജീവികളുടെ സ്പെസിമെൻ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതും. ഇത് വിദ്യാർത്ഥികൾക്ക് അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അവസരവും ഒരുക്കുന്നു. രാജ്യാന്തര ശ്രദ്ധ നേടിയ ചിലന്തി ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ കോളേജിന്റെ മാറ്റുയർത്തുന്നു. ഇക്കണോമിക്സ്, ഫിസിക്സ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് MPhil ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾക്കൊപ്പം ന്യൂ ജനറേഷൻ കോഴ്സുകൾക്കും കോളേജ് പ്രാധാന്യം നൽകുന്നു. സേക്രഡ് ഹാർട്ട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ ഒരു സെൽഫ് ഫിനാൻസിംഗ് വിംഗ് കോളേജിന്റെ ഭാഗമാണ്. പ്രശസ്തരായ അധ്യാപകരാണ് ഇവിടെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള മേഖലയായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്വതന്ത്രമായിരുന്ന് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സൗകര്യമുള്ള തരത്തിലാണ് ക്ലാസ് മുറികൾ പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ന്യൂ ജനറേഷൻ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനും ആനിമേഷനും അതുപോലെ മൾട്ടിമീഡിയയ്ക്കൊക്കെ നല്ല റെസ്പോൺസാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന്. ജേർണലിസ്റ്റിന് നേരത്തെ മുതലുണ്ട്. അതുപോലെ MA സിനിമ ആൻഡ് ടെലിവിഷനും സിനിമ ആൻഡ് ടെലിവിഷൻ്റെ പ്രൊഡക്ഷൻ സൈഡാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് 4 സെമിസ്റ്ററുകളിലായിട്ട്. പിന്നെ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ എസ്എച്ച് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാം തിയറി ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ സിലബസാണ്. ഞങ്ങൾ ഇപ്പോൾ ഓട്ടോണമി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ സിലബസിൽ കുറേ കൂടി കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട്. കുറച്ചും കൂടി ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള സിലബസാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിയറി എല്ലാത്തിനും നമുക്കറിയാം, ജേർണലിസ്റ്റിനാണെങ്കിലും സിനിമയ്ക്കാണെങ്കിലും തിയറി ഉണ്ട്. അപ്പോൾ തിയറിയുടെ ലെക്ചറിങ് അവേഴ്സ്, ക്ലാസ് റൂമിലെ ലെക്ചറിങ് അവേഴ്സ് കുറച്ചിട്ട് അത് കുട്ടികളും കൂടി സെൽഫ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കൂടുതൽ സമയവും പ്രോജക്റ്റുകളും റിയൽ ടൈം ആക്ടിവിറ്റീസും ആണ് അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 സെമിസ്റ്റർ കഴിഞ്ഞ് കുട്ടികൾ പുറത്ത് വരുമ്പോൾ ഡേ 1 മുതൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരെ ഹയർ ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അവരൊട്ടും എന്താ പറയുന്നത്, അപരിചിതത്വം ഉണ്ടാവില്ല ഈ വിദ്യാർത്ഥികൾക്ക്.
തിയറിക്കും പ്രാക്ടിക്കലിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിശാലമായ ജോലി സാധ്യതയാണുള്ളത്. പാഠ്യേതര കാര്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അക്കാദമിക നിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയാണ് കോളേജിന്റെ നേട്ടത്തിനു പിന്നിൽ. സർവകലാശാലയുടെ എല്ലാ സേവനവും വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്തു ലഭിക്കുന്നുവെന്നത് അവരുടെ മികവുയരാൻ കാരണമാകും. അധ്യാപകരുടെയും അക്കാദമിക നിലവാരം ഉയരാൻ ഇത് സഹായിക്കും. മെറിറ്റിൽ ജോലിയിൽ പ്രവേശിക്കുന്ന അധ്യാപകരുടെ നിലവാരം ഏറെ മികച്ചതാണ്. സമൂഹത്തിൽ എത്ര ഉയരങ്ങളിലെത്തിയാലും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ശരിയല്ലെങ്കിൽ പിന്നൊന്നും നേടിയിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ വെറുപ്പിക്കാതെ വിനയത്തോടെ ആകർഷകമായ രീതിയിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പെരുമാറാൻ സാധിക്കുക? കുട്ടികളെ ഇതിന് പ്രാപ്തരാക്കേണ്ടത് എങ്ങനെയാണ് മാതാപിതാക്കളും ഒപ്പം അധ്യാപകരും? ഇതിനെക്കുറിച്ചാണ് ഇന്ന് കരിയർ ഗുരുവിൽ കരിയർ വിദഗ്ധൻ BS വാര്യർ സംസാരിക്കുന്നത്. ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അറിയപ്പെടുക അയാളുടെ പെരുമാറ്റ രീതികൾ കൊണ്ടാണ്. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് പെരുമാറ്റ രീതികൾ നല്ലതാക്കാൻ സാധിക്കുക? ഇതിന് മാതാപിതാക്കളുടെ സഹായം എത്രത്തോളം ആവശ്യമാണ്? പല ആളുകൾക്കും ഒരു കഴിവ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞ് ആരുമില്ല എന്നൊരു ചിന്തയുണ്ടാകും. അപ്പോൾ അവരുടെ പെരുമാറ്റത്തിലൊക്കെ വിനയം കാണുകയില്ല. അഹങ്കാരിയെ ആരും ഇഷ്ടപ്പെടുന്നില്ല. വിനയത്തോടുകൂടി പെരുമാറണം, വിനയത്തോടുകൂടി സംസാരിക്കണം, അന്യരെ അംഗീകരിക്കണം. അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സൗമ്യമായ സമീപനം, ശാന്തമായ സമീപനം. അഹങ്കാരിയെ ആരും ഇഷ്ടപ്പെടുകയില്ല നമ്മൾ മനസ്സിൽ വയ്ക്കണം. അത് പലപ്പോഴും നമ്മൾ മറക്കുന്ന ആ കാര്യമാണ്. പിന്നെ നമ്മൾ സേവന മേഖലയിലാണ് വരുന്നത്. ഞാൻ മുൻപൊരു ദിവസം പറഞ്ഞിരുന്നു, ഇനിയുള്ള കാലത്ത് സേവന മേഖലയ്ക്ക് വളരെ പ്രാധാന്യം വരിക. ഗവൺമെൻറ് ജോലിയല്ല, സേവന മേഖലയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരു കൗണ്ടറിൽ നിൽക്കുകയാണ്. ഏറ്റവും നല്ല പെരുമാറ്റ രീതി ആവശ്യമാണ്. അപ്പോൾ ജീവിത വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. സർവീസ് സെക്ടർ വികസിക്കുന്നതോടുകൂടി ഇതൊരു പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യം? ഒരു കാര്യം കൃത്യത വേണം, പലർക്കുമില്ലാത്ത. 10 മണിക്ക് വരാവുന്ന 10 മണിക്ക് വരണം. 10:30 മണിക്ക് വന്നിട്ട് എന്തുകൊണ്ട് 10 മണിക്ക് വന്നില്ല എന്നൊരു വിശദീകരണം നൽകുക. അല്ലെങ്കിൽ മറ്റേയാൾ 10:45 വരുന്നുള്ളൂ എന്ന് പറയുക. അതൊന്നും കാര്യമല്ല. 10-ന് വരുന്നവരെ 10-ന് തന്നെ വരണമെങ്കിലേ സാധിക്കുകയുള്ളൂ. പിന്നെ കടുംപിടുത്തം പാടില്ല. നിയമത്തിന് വിരോധമായിട്ട് പറയല്ല. ഇപ്പോൾ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഒരാളെ സഹായിക്കാതിരിക്കാം. നിങ്ങൾ സഹായിച്ചേക്കുക. നിയമത്തെ അതുപോലെ ഉപദ്രവിക്കാതിരിക്കുക. അതൊരു ആവശ്യമാണ്. പിന്നെ പ്രസന്നത. പലപ്പോഴും ചില സ്ഥലങ്ങളിൽ ആളുകൾ വെയിറ്റ് ഇട്ട് നിൽക്കുക എന്ന് പറയും. നമ്മൾ വലിയ ഘനഗംഭീരനാണ് ഭാവിച്ച് ഒരു പുഞ്ചിരി, 1 രൂപ പോലും വിലയില്ലാത്തൊരു പുഞ്ചിരിയെ അത് കാണുകയില്ല. വളരെ ഈ ഗാംഭീര്യം നടിച്ച് കൃത്രിമമാക്കുക. ആളുടെ അടുക്കാൻ തോന്നുന്നില്ല. ചില ആളുടെ പറ്റി പറയാറുണ്ട്, ഈ ബലൂൺ ഫാക്ടറിയിൽ കയറിയ മുള്ളൻ പന്നിയെ പോലെയാണ് പെരുമാറുന്നത് പറയും. കുടഞ്ഞു പോയ ബലൂണൊക്കെ പൊട്ടുപോയി ബലൂൺ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥനാണെങ്കിലും ആ തരത്തിൽ സമീപനം ആവശ്യമല്ല. എല്ലാവരോടും സൗഹൃദത്തോടെ പെരുമാറുക. മേലധികാരി ഏതായാലും മേലധികാരി തന്നെയാണ്, എങ്ങനെ പെരുമാറിയാലുമല്ല. ഇങ്ങനെ ആവശ്യമില്ലാതെ ഈ ഒരു കൃത്രിമ ഗൗരവം ആവശ്യമില്ല. ഒരു പുഞ്ചിരിയോടുകൂടി ഒരു പ്രസന്നതയോടുകൂടി സംസാരിക്കുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ആത്മവിശ്വാസം വേണം. നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നിഷേധ ചിന്ത പാടില്ല. അത് വിജയിക്കാൻ പോകുന്നില്ല. ഒരു പുതിയ കാര്യം അത് വിജയിക്കില്ല. അങ്ങനെ പറയേണ്ടതിന് നമുക്കത് പരീക്ഷിച്ച് നോക്കാം, അത് വിജയിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഏത് കാര്യം പറഞ്ഞാൽ നടപ്പാക്കാത്ത കാര്യമാണ്. ഒരു കാര്യം ഞാൻ വരുന്നില്ല. ഇങ്ങനെ എതിർത്തുകൊണ്ടിരിപ്പുണ്ട്. എതിർപ്പ് മാത്രമല്ല, വാഗ്വാദങ്ങൾ ഉണ്ടാക്കും. ഈ തർക്കം കൊണ്ട് ആരും വിജയിക്കുന്നില്ല. ഒരു വാഗ്വാദവും ആരും വിജയിക്കില്ല. നോബഡി വിൻസ് ആൻ ആർഗ്യുമെൻറ്റ്സ്. ഇതൊരു പഴമൊഴി തന്നെ ഉണ്ട്. കാരണം 1 പറഞ്ഞാൽ 2, 2 പറഞ്ഞാൽ 4 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ ആലോചിച്ച് മനസ്സ് മാറിയേക്കാം, അത് വേറൊരു വിഷയം. പക്ഷേ ഒരിക്കലും ഈ തർക്കത്തിന് പോകാതിരിക്കുക. ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. പിന്നെ പലപ്പോഴും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കണം. നമ്മുടെ മുന്നിൽ ആൾ നിൽപ്പുണ്ട്, അവരുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒരു പേരുദോഷമുണ്ട്. അതവിടെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യമില്ലല്ലോ.
പറയാൻ പാടില്ല. ഇപ്പോൾ നബ്രൂയാൽ സത്യം അപ്രിയം ഒരു പഴയ ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് മിണ്ടാതിരുന്നാൽ മതി. ആ കാര്യത്തിൽ നമ്മൾ മൗനം ഭരിക്കുകയായിരിക്കും ഏറ്റവും നല്ല കാര്യമാണ്. പിന്നൊന്ന് നല്ലവണ്ണം സംസാരിക്കണം, ആശയവിനിമയം കൃത്യതയോടെ പറയണം. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബോംബെയിൽ പോയി 10-20 വയസ്സുള്ള ജോലിയാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് വീട്ടിലെ അമ്മൂമ്മ ചോദിച്ചു, ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാ മോനെ എവിടെയാണ് നിനക്ക് ജോലി? അവൻ പറഞ്ഞു TNPയിലെ MDയുടെ PA ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അമ്മൂമ്മ പിറ്റേ ദിവസം ആ പകനോട് സംസാരിക്കും? ഈ തരത്തിൽ ഭാഷ അമ്മൂമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ MD എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനൊരു കമ്പനിയിലെ മാനേജറുടെ കൂടെ നിൽക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞാൽ സംഗതി തീരും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അപ്പോൾ ആ മനസ്സിലാകുന്ന രീതിയിൽ അവരോടൊരു കാരുണ്യം, അവരോടൊരു ആനുകൂല്യം, അവരോട് ഒരു സമഭാവന എന്നല്ല, അവർക്ക് ഹിതകരമായ രീതിയിൽ പെരുമാറണം. ആ പെരുമാറ്റം ഇല്ലെങ്കിൽ നമ്മൾ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. ചില ആളുകളെ ഒരാളെ കണ്ടാലേ നമുക്ക് മാറിക്കളയാൻ അല്ലോട് മിണ്ടാൻ തോന്നും, മാറിക്കളയാൻ തോന്നും. ചില ആളുകൾ അങ്ങനെയല്ല, കാണുമ്പോൾ നമുക്ക് അങ്ങനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാം, എത്ര നേരം സംസാരിച്ചാലും പോരാൻ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ പെരുമാറ്റ രീതിയും നമുക്കൊരു പ്രാധാന്യം അവർ സംസാരിക്കും. ചിലരുടെ സ്വന്തം കാര്യം കീറുവാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, 3 ചക്ക മുള്ളോടെ തിന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മുയലിൻ്റെ കൊമ്പ് പിടിച്ചു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ആളുകളെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സ്വന്തം നേട്ടങ്ങൾ പെരുപ്പിക്കേണ്ട, ആ നേട്ടങ്ങൾ മറ്റാരെങ്കിലും പറയട്ടെ, അത് വേറൊരാൾ പറഞ്ഞു കേൾക്കാനും സുഖമുണ്ട്, അവർ പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പുകഴ്ത്താതെ മറ്റുള്ളവരുടെ നന്മ ചികഞ്ഞെടുത്ത് ഒരു വിശ്വാസമുണ്ട് ഇവിടെ പണ്ട്, വളരെ വിശ്വാസം. പാലും വെള്ളവും ചേർത്ത് കൊടുത്താൽ ഹംസം അതിലെ പാല് മാത്രം എടുത്ത് കുടിക്കുന്നൊരു വിശ്വാസമാണ്, കവിസങ്കല്പമാണ്. അപ്പോൾ നന്മയും തിന്മയാണ്, നമ്മൾ നന്മയെ മാത്രം ഊന്നി സംസാരിക്കുക, അതിനെ മാത്രം പറയുക. അത് തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എല്ലാം എനിക്ക് മാത്രം വേണമെന്ന് വിചാരിക്കും, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ട്രാഫിക്കിൽ നോക്കിയിട്ടുണ്ടോ? ട്രാഫിക്കിൽ 5 മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ മുന്നിൽ പോകാൻ വേണ്ടി 5 പേരും കിടന്ന് കടമത്സരിക്കുക, ഞാൻ ആദ്യം. നമ്മൾ മെയിൻ റോഡിൽ പോകുന്നു, ഇടവഴിയെ ഒരാൾ വന്ന് അയാൾ ഒരിക്കലും സാധനം കൊടുക്കുകയില്ല, എല്ലാവരും ഹോൺ അടിച്ച് പോയിക്കൊണ്ടിരിക്കും. അല്പം ഒന്ന് നിർത്തി ആ മനുഷ്യൻ കൊണ്ടുവന്ന് പോകട്ടെ എന്ന് വിചാരിക്കട്ടെ, നാളെ നമ്മുടെ ഇടവഴിയിൽ നിന്ന് വന്നേക്കും. അപ്പോൾ അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പരിഗണന, കൾച്ചർ ഈസ് കൺസിഡറേഷൻ ഫോർ അതേഴ്സ് എന്ന് പറയും. മറ്റുള്ളവർക്ക് വേണ്ടി പരിഗണനയാണ് സംസ്കാരം. ആ സംസ്കാരം നമ്മൾ കാണിക്കുന്നില്ല പലപ്പോഴും. എനിക്കെല്ലാം വേണം. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം പോകുന്നു, ഒരു താലത്തിലേക്ക് എല്ലാം വലിച്ചു വാരി അതിവേഗത്തിൽ എടുക്കുക. ക്വയറ്റായിട്ട് കുറേ സാധനങ്ങൾ എടുക്കുന്നു. ഒരു ലിഫ്റ്റിൽ കയറുന്നു, ഇടിച്ചു കയറുക. ഒരു ബസ്സിൽ വരുന്നു, ഇടിച്ചു കയറുക. 3 സീറ്റുള്ള ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ബസ് ഒരിടത്ത് നിർത്തി ഒരാൾ കയറുമ്പോൾ നമ്മൾ ഉറക്കം നടിച്ച് 3 സീറ്റും കൂടെ ഉറക്കം നിറഞ്ഞ് ഇങ്ങനെ കിടക്കാതിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി. ശരിയാണോ അത്? ഈ രണ്ടാമത് വരുന്നയാൾക്ക് നമുക്കുള്ള എല്ലാ അവകാശങ്ങളും പിടിക്കലുണ്ട്. അപ്പോൾ അയാൾക്ക് വേണ്ടി നമ്മളൊരു പരിഗണന കാണിക്കാത്തത് കൊണ്ടാണ് ഈ പെരുമാറ്റം മോശമാകുന്നത്. ഈ പെരുമാറ്റം മോശമായി ശീലിച്ചാൽ അങ്ങേയറ്റം വരെ പോകും. ശീലം അങ്ങേയറ്റം വരെ പാലിക്കുന്ന ശീലമെന്ന് പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ കാര്യം ആവർത്തിക്കുമ്പോൾ നമ്മുടെ ശീലമായിട്ട് മാറുന്നുണ്ട്. ആ ശീലമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ പറഞ്ഞു ചൂണ്ടിക്കാട്ടി തരണം, പലരും ചൂണ്ടിക്കാട്ടി കൊടുക്കുകയില്ല. കാരണം ഒരു തെറ്റ് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ തിരക്കേറിയ വാഹനം എനിക്ക് തന്നെ വേണം, ഹോൺ അടിച്ച് ആളുകൾ ശല്യപ്പെടുത്തി പോകുന്നത്, അതൊക്കെ മോശമായ കാര്യമാണ്, ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. പിന്നെ ആവശ്യപ്പെടാതുള്ള ഉപദേശം കൊടുക്കാതിരിക്കുക. പലർക്കും ഒരു പ്രശ്നമാണ്, ഒരു പ്രായം കഴിഞ്ഞ ബുദ്ധിമുട്ട് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ എവിടെ ചെന്നാലും ആരെ കണ്ടാലും ഉപദേശിച്ചു തുടങ്ങും, നീ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയുക. അപ്പോൾ ഈ മനുഷ്യൻ്റെ പശ്ചാത്തലം വെച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിത പരിചയത്തിൻ്റെ ബലം വെച്ച് ഒക്കെ സംസാരിക്കുക. എനിക്കൊരുപാട് അറിവുണ്ട്, എനിക്ക് പരിചയമുണ്ട്, നിനക്കതില്ല എന്ന് വിചാരിക്കും. പക്ഷേ അത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. അപ്പോൾ അപ്പോൾ ചുരുക്കത്തിൽ ആളെ കണ്ടാൽ മാറിക്കളയും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നേരെ മറിച്ച് ഒരു കാര്യം ചോദിക്കുന്നു, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ ചോദിക്കുന്നു. അപ്പോൾ ആവശ്യപ്പെട്ട ഉപദേശം കൊടുക്കുന്നത് നല്ലതാണ്. ആ ചോദിക്കാത്ത ഉപദേശം കൊടുക്കുന്നത് അത് ഒരിക്കലും പ്രയോജനം ചെയ്യുകയില്ല. ഒരു സംഭവത്തെ പറയാം. ഒരു 85 വയസ്സായ ഒരു അമ്മ ഒരു ആശുപത്രിയിൽ 4ാം നിലയിലാണ് ആ മുറി. അപ്പോൾ ഒരു നഴ്സ് പെൺകുട്ടി ഇവരെ ഒരു ചെയറിലിരുത്തി ലിഫ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ നഴ്സ് പെൺകുട്ടി ആ അമ്മൂമ്മയോട് പറഞ്ഞു, അമ്മ അവിടെ നല്ല ജനലിനടുത്താണ്, നല്ല പുറത്തെ കാഴ്ചകളൊക്കെ കാണും, അപ്പോൾ എനിക്ക് ആ മുറി വളരെ ഇഷ്ടപ്പെട്ടു എന്നിവർ പറഞ്ഞു. അപ്പോൾ അമ്മ മുറി കണ്ടില്ലല്ലോ, എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്? അല്ല, ഈ മുറി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിലേ അതിലെ കസേരയും മേശയും കട്ടിൽ ഏത് ആംഗിളിൽ വെച്ചു എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്, നിങ്ങൾ എത്ര സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നു മനസ്സിലാക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഈ മുറി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ നഴ്സിൻ്റെ ആ സമീപനത്തിൽ അപ്പോൾ അവരുടെ മനസ്സ് നമ്മൾ നോക്കണം, ആ അമ്മയുടെ മനസ്സ് നമ്മൾ നോക്കണം.
ആ അമ്മയെ സംബന്ധിച്ച് അവരോട് പരിഗണന കാണിക്കുന്ന സ്ഥാപനമാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ പോലെ കസേര അങ്ങോട്ടാണോ അല്ലെ 60 ഡിഗ്രിയിലാണോ കട്ടിൽ ഈ കിഴക്കോട്ടാണോ വടിഞ്ഞാട്ടാണോ അതൊന്നും അല്ലല്ലോ അതിൻ്റെ കാര്യം. അതിൻ്റെ പുറകിലുള്ള മനസ്സിൻ്റെ ഇത് കാര്യമാണുള്ളത്. അപ്പോൾ ഞാൻ നല്ല പെരുമാറ്റ രീതി ജീവിതത്തിൽ വിജയത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞു. സേവന മേഖലയിൽ പ്രത്യേകിച്ചും നമ്മൾ ഏത് ജോലിക്ക് ആ മേഖലയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വീഴ്ച ഉണ്ടാകാമോ നാം പരിശോധിക്കണം. ഞാൻ തെറ്റില്ലാത്തവനാണെന്ന് വിചാരിക്കാതെ ആ തെറ്റുകൾ ഇല്ല എന്ന് വിചാരിക്കുന്നതിന് പകരം എൻ്റെ തെറ്റുകളുണ്ടോ എന്ന് തിരിച്ചറിയുകയും ആ തെറ്റുകൾ തിരുത്തുകയും വിനയത്തോടെ പെരുമാറുകയും അത് പരിഗണന കാണിക്കുകയും ചെയ്താൽ വാസ്തവത്തിൽ നിങ്ങളെ ആളുകൾക്ക് പ്രിയപ്പെടുന്നവനായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകും. അഹങ്കാരം കാണിച്ചാൽ പല പരാജയങ്ങളും ഉണ്ടാകും. വിനയത്തോടെ പെരുമാറാനും നല്ല പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കാനും തയ്യാറെടുക്കുകയാണ് നമുക്ക് ചെയ്യാവുന്നത്. പെരുമാറ്റ രീതികൾ സംബന്ധിച്ച കുട്ടികൾക്ക് ചില സംശയങ്ങളുണ്ട്, അതിലേക്ക് പോകാം. സർ, കോപം കഴിയുന്നതും കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതിനെന്താണ് സർ വഴി? കോപം കുറയ്ക്കണമെന്നതിൻ്റെ വഴി ആലോചിച്ചപ്പോൾ തന്നെ കോപം ഉള്ളയാളാണെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കോപം ആവശ്യമില്ലാതെ വരാറുണ്ട് എന്ന് അംഗീകരിക്കണം. പിന്നെ വരുന്നതിന് കാരണം ഞാൻ വിചാരിക്കുന്നത് പോലെ മറ്റുള്ള ആളുകൾ പെരുമാറണം എന്ന പോലെ വാശി ഉണ്ടാകും. പലപ്പോഴും കോപം ഉണ്ടാകുന്നു. അവർക്ക് അവരുടെ രീതി അംഗീകരിച്ചു പോകും. പിന്നെ സമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ അവസാനം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദേഷ്യം ഉണ്ടാകും. മറ്റൊരാൾ ചെറിയ തെറ്റ് ചെയ്താൽ അതിനെ ശകാരിക്കാൻ പുറപ്പെടാതെ അതിനുവേണ്ടി അതൊക്കെ അങ്ങനെ സംഭവിക്കാം. കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാകാം. നമ്മൾ ശകാരിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ചെറിയ ചെറിയ ചർച്ച ചെയ്തൊക്കെ ആകാം. അപ്പോൾ സ്വന്തം ഒരു വീഴ്ച വന്നാൽ അത് അംഗീകരിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ വലിയ കോപം ഉണ്ടാകില്ല. കോപം നിയന്ത്രിക്കാൻ സാധിക്കും. സാർ, മുൻവിധി വെച്ച് പെരുമാറുന്നത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയില്ലേ? മുൻവിധി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് വരുന്ന ആളുകൾ അവൻ അവിടുത്തുകാരനാണ് അങ്ങനെ പെരുമാറൂ എന്ന് നമ്മൾ പലരും പറയാറുണ്ട്. അപ്പോൾ ഒരു ജാതി, ഒരു കുലം, അല്ലെങ്കിൽ ഒരു മതം, ഒരു പ്രദേശം, ഒരു ഭാഷ, അല്ലെങ്കിൽ തൊലിയുടെ നിറം, ഇതൊക്കെ ഉള്ളവർ സായിപ്പ് ഇങ്ങനെ പെരുമാറും. സായിപ്പ് എന്നൊരാളുണ്ടോ? എത്രയോ രാജ്യങ്ങളുടെ റഷ്യക്കാരൻ സായിപ്പും അമേരിക്കൻ സായിപ്പും ഒരുപോലെ ഒരു സമയവുമില്ല. അപ്പോൾ നമ്മളങ്ങനെ അടച്ചങ്ങ് ചിന്തിക്കുക ഒരു മുൻവിധിയാണ് അവരങ്ങനെ പെരുമാറൂ. അത് വേണ്ട. ഓരോ വ്യക്തിയും ഓരോ തരത്തിലായിരിക്കും പെരുമാറുന്നത്. ഒരു സംസ്ഥാനത്ത് വരുന്നത് പലരും പലതരത്തിലായിരിക്കും പെരുമാറുന്നത്. ഇപ്പോൾ ഇതുപോലെ എനിക്കറിയാം ഒരു രക്ഷിതാവ് മകൻ്റെ കല്യാണത്തിന് നഴ്സ് മാത്രം വേണ്ട എന്ന് പറഞ്ഞു. അവസാനം ആ നഴ്സിനെ കല്യാണം കഴിച്ചു വളരെ സന്തോഷമായിട്ട് വർഷങ്ങളോളം കഴിയുകയും ചെയ്തു. അപ്പോൾ അതൊരു മുൻവിധിയാണ്, നഴ്സ് വേണ്ട. വളരെ തെറ്റായ ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം തിരുത്തുകയും അതിനെ തുറന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള മുൻവിധി നമുക്ക് പലപ്പോഴും തകരാറുകളുണ്ടാകും. മുൻവിധിയില്ല തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനമാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെരുമാറ്റ രീതി. ഇതിനെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. കരിയർ ഗുരുവിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ കരിയർ ഗുരു, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഈ എപ്പിസോഡ് വീണ്ടും കാണുന്നതിനായി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം manoromanews.com.